കൊച്ചിയിൽ കൂടി ഈ പരിശോധനകൾ നടക്കുന്നു. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. അവിടെ നിന്നും അരുൺ ശങ്കർ ചേരുന്ന വിവരങ്ങളുമായി. കൊച്ചി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. അരുൺ ശങ്കർ, പറയൂ, പരിശോധനകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഗോവിന്ദസ്വാമി എത്രയും വേഗം കണ്ടെത്തിയുള്ള പരിശോധനകൾ എല്ലാ കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് RPFന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ജനശതാബ്ദി ട്രെയിൻ വന്നതിന് ശേഷം ആൾക്കാർ ഇറങ്ങുകയാണ്. ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടി അറിഞ്ഞിരുന്നു? നമുക്ക് ജനങ്ങളുടെ പ്രതികരണം തന്നെ ചോദിക്കാം. ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി, അത് അറിഞ്ഞിരുന്നോ? ഞങ്ങൾക്ക് ഉറക്കമെന്ന് ട്രെയിൻ ഇങ്ങനെ ഓരോ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറയാനുള്ളത്? ശിക്ഷാവിധികളൊന്നും നല്ല രീതിയിൽ നടപ്പാക്കുന്നില്ല. ഗൾഫിലെ സിസ്റ്റം ഇവിടെ വരണം, അങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത്രയും വൈകിപ്പിക്കുന്നില്ലേ ഇങ്ങനെ? അതാണോ രക്ഷപ്പെടാനുള്ള പഴുതുകൾ അവന് ആലോചിക്കാനുള്ള സമയം കൂടുതലും തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ നൽകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചേച്ചി, ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി അറിഞ്ഞായിരുന്നോ? ഇല്ല. അമ്മ, ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി അറിഞ്ഞായിരുന്നോ? കൊടുംകുറ്റവാളി സൗമ്യ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രതികരണം? അവനെ എന്ന് തൂക്കി കൊല്ലാനുള്ളവര് പാവം പെങ്കൊച്ചിനെ നശിപ്പിച്ചിട്ട് അല്ല ഇവിടെ ഇതൊക്കെ നടക്കുള്ളൂ. മമ്മൂട്ടിയെ പോലെ ആയി ഇപ്പൊ അവനെ കണ്ടാല്. ആഹാരമെല്ലാം നന്നായിട്ട് കൊടുത്ത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വളരെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ ഞങ്ങൾ അപ്പോഴേ തൂക്കി കൊല്ലണമായിരുന്നു. ഇപ്പൊ ജയിലിൽ ചാടി നിങ്ങൾ വലിയ വാർത്തയാക്കിയല്ലോ. അത് ശരിയല്ല. ഞങ്ങൾ എപ്പോഴേ പിടിച്ച് റെഡിയാക്കണം. സമൂഹത്തിന് അനീതി കാണിക്കുന്നവനല്ലേ അവൻ. അതാണ് പറയുന്നത്. അത്രയും വേഗം തൂക്കിക്കൊള്ളണമായിരുന്നു. ഇങ്ങനെ ജയിൽ കിടത്താൻ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണം ആരായാം. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി അറിഞ്ഞോ? ഗോവിന്ദസ്വാമി. ഓ, അത് ശരി. അറിഞ്ഞിരുന്നോ? ഇല്ലല്ല, പ്രതികരണം പ്രത്യേകിച്ച് അറിയാൻ വാർത്ത വായിച്ചിട്ടില്ല എന്താ വിഷയം എന്നുള്ളത്. തീർച്ചയായിട്ടും പലരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ വാർത്ത പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പ്രതികരണത്തിന് താമസം ഉണ്ടാകുന്നത്. അമ്മ, ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി അറിഞ്ഞായിരുന്നോ? നമ്മൾ പറയുമ്പോഴാണ് പലരും ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. എന്തായാലും എല്ലാവരുടെയും, സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവരുടെയും മനസ്സിലൊരു ഭീതി ജനിപ്പിച്ച സംഭവമായിരുന്നു. കാരണം പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു സംഭവമായി മാറിയിരുന്നു സൗമ്യ കൊലപാതകം. ഗോവിന്ദസ്വാമിയെ പിടിച്ച് ശിക്ഷിച്ചപ്പോൾ അതിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഭയപ്പാടാണ് അവരുടെയൊക്കെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പ്രതികരിക്കുകയാണ്. അരുൺ ശങ്കറാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. റെയിൽവേ സ്റ്റേഷനിലാണ് അരുൺ ഉള്ളത്. അവിടെയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പരിശോധനകൾ നടക്കുകയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലുമൊക്കെ.